കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഈ റാഗിങ് പെരുകുകയാണ്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, പല ഇതിലും റാഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന അവസ്ഥ. സീനിയർ ആയിട്ടുള്ള ഈ വിദ്യാർത്ഥികളാണ് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലെ വലിയ ആൾക്കാരായി വിലസി നടക്കുന്ന ഒരവസ്ഥയാണ് കോളേജുകളുള്ളത്. ഇത് കൂടി വരികയാണ്. എന്ത് തേങ്ങയാണ് ഇവർക്ക് ഇങ്ങനെ ഒരാളെ ഉപദ്രവിച്ചാൽ കിട്ടുന്ന സന്തോഷം എന്ന് മനസ്സിലാവുന്നില്ല. ഒരാളെ ഉപദ്രവിച്ച് സന്തോഷം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളെന്നെ പരമാവധി ദ്രോഹിച്ച് അയാളെ അടിച്ചു വീഴ്ത്തുക, ഇതൊക്കെയാണ് കോളേജുകളിൽ നടക്കുന്ന റാഗിങ്ങിൻ്റെ പേരിലായി നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ കണ്ണൂർ ദന്തൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വഴിവെക്കുന്നത് ഈ റാഗിങ്ങിൻ്റെ അനന്തരഫലമാണ്. അപ്പോൾ ഈ റാഗിങ് നടത്തുന്നത് ചെറിയ വിദ്യാർത്ഥികളാണ്. അവർക്കിതെങ്ങനെ മനസ്സ് വരണം എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഒരാളെന്നെ ഉപദ്രവിച്ച് കിട്ടുന്ന നേട്ടം അവർക്ക് എന്താണ് അവരുടെ മോട്ടിവേഷൻ? ഇങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം ഉണ്ടാവുന്നത്? ഇതെല്ലാം ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. താഴെ കാണുന്ന വീഡിയോ ഒരു പ്രതീകാത്മകമാണ്, ഒറിജിനലല്ല. അത് ഇതുപോലെ സംഭവിക്കാവുന്ന ഒരു ഭാവിയിൽ ചിലപ്പോൾ ഇതുപോലെ സംഭവിച്ചേക്കാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. വണ്ടി നിർത്ത്. നീയതാ ഞങ്ങളോട് ഓർഡർ ചെയ്യാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയേ? ആരൊന്നും മര്യാദയ്ക്ക് പോയിക്കേ, അല്ലെങ്കിൽ ചിലപ്പോ ജീവനോടെ പോവില്ല. പഠിച്ചു വളരേണ്ട പ്രായത്തില് നീക്ക് ഗുണ്ടായിസം കാണിക്കല്ലേ? എങ്ങനെയാണ് നീക്ക് ഇത്രയും അഹങ്കാരിയായത്? റിയ, നീ തീർന്നു. ഞങ്ങളെ പുറത്തുനിന്ന് ആളെ വിളിച്ചോണ്ടെന്ന് അടിക്കുവാണോ നീ? പ്രിയ, ആക്ച്വലി ശത്രുത നമുക്കുള്ളിൽ ഉണ്ടായിരുന്നതാ. നമുക്ക് നോക്കാലോ അടുത്ത വട്ടം നിന്നെ ആരെ രക്ഷിക്കാൻ പോണേന്ന്. കം ഓൺ ഗായ്സ്. കുഴപ്പമൊന്നുമില്ലല്ലോ. റിയ എന്താ ഇനിയും എത്താത്തെ? ഭക്ഷണം തണുക്കാൻ തുടങ്ങിയല്ലോ. ഹലോ, അച്ഛൻ എന്നെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാ പ്ലീസ്.